ഈശ്വര. അല്ല ഞാനത് എനിക്ക് ഡൗട്ട് അടിച്ചു. ക്ലിക്ക് ചെയ്ത് ഇപ്പൊ ഞാൻ അതിനിങ്ങനെ വലുത് വിചാരിച്ചു. അതാണ് എടുക്കുന്നുണ്ട് വീഡിയോ. കേറിക്കോ. എടാ വീഡിയോ എടുക്കട്ടെ. എന്താ അല്ലേ നമ്മളിത് ഇറങ്ങിയാണ്. അടിപൊളിയാണ്. നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലും നല്ല രസമുള്ള കാഴ്ചകൾ. നല്ല അഡ്വഞ്ചർ. അയ്യോ ഇറങ്ങല് തുടങ്ങി. കാട് പിന്നെ ഇനി 2 മല ഇറങ്ങണം. നോക്കാം. കാഴ്ചയുടെ പറുദീസ. നമ്മൾ നേരത്തെ കയറുമ്പോൾ കണ്ട കാഴ്ച തന്നെയാണ്. ഇറങ്ങി ഇപ്പോൾ ഇറക്കം. ഞാനും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കഴുത്തിലാക്കിയിട്ട് ശ്വാസം വിടാന്ന് വിചാരിക്കുമ്പോ അപ്പൊ നമ്മളെ ബേബിച്ചാനും അനീഷ് ഭായിയും ഇറങ്ങാണ്. അനീഷ് ഭായ് ശാസ്ത്രീയമായിട്ട് ഇറങ്ങാണ്. വാ അതന്നെ. കൂളായിട്ട് ഇറങ്ങാണ്. ഇവിടുന്ന് ഇറങ്ങി ഞാൻ വന്നു. ഇനി ഇതിലൂടെ താഴെ ഇറങ്ങി. അതാണ് ഇറങ്ങി വരുന്നത്. ഇവിടെയാണ് കയർ പിടിച്ചിട്ട് ഇറങ്ങി വന്ന് നമ്മള് ഇറങ്ങും. നമ്മളിറങ്ങി പോവാണ്. ഇത് നേരത്തെ കണ്ടതൊക്കെ ലാസ്റ്റ് കയറാണ്. ഇനി അങ്ങോട്ട് ഇറക്കി നമ്മൾ നേരെ ബേസ് ക്യാമ്പിലേക്ക് പോകും. അവിടെ മരങ്ങളുടെ ഒരു കാഴ്ച തന്നെ അടിപൊളിയല്ലേ. അപ്പം ശകലം ഇതുണ്ട്, ഇറങ്ങണം. നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അനീഷ് ഭായ് അവിടെ ഒത്തിരി പേരാണ്. എൻ്റെ പൊന്നോ, അമേസിങ്. മുക്കനാക്കാൻ പറ്റിയോ? ആക്ച്വലി ജസ്റ്റ് ഓപ്പോസിറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ജസ്റ്റ് മുനിയുടെ തപസ് ചെയ്ത സ്ഥലമാണ് അഗസ്ത്യാർകൂടം. അപ്പോൾ തപസ് ചെയ്യാനുള്ള കാരണം, അതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് ശിവഭഗവാന്റെ കല്യാണം കാണാൻ പറ്റിയിട്ടില്ല എന്നും അത് എൻ്റെ ഒരു ഗ്ലിംസ് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മന്ത്രജപം ചോദിച്ചാൽ എൻ്റെ കല്യാണം കാണിച്ചു തരാമെന്നൊക്കെ പറയും. ഇവിടെ നിന്നിട്ടാണ്. അതാണ് അഗസ്ത്യാർകൂടൻ്റെ പ്രത്യേകത. അപ്പം പെയ്യുന്നുള്ളത് ഫോറസ്റ്റ്. ചേട്ടനെ വിശ്വസിക്കണോ വേണ്ടിയോ? അത് എനിക്ക് വിശ്വാസം തന്നെയാണ്. ചേട്ടന് അതിപ്പോ എല്ലാ 60 വയസ്സുകാരും കുറച്ച് ചുറ്റികളൊക്കെ ഉണ്ടാവുന്നു. അന്ന് കരുതിയിട്ട് നമുക്ക് മോശം എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ലല്ലേ. ഇഷ്ടഭക്ഷണം. അതാ പുള്ളി സ്ലോ പതുക്കെ വരാൻ പറഞ്ഞല്ലേ.
നമ്മളിതെടുത്തില്ല, പിന്നെ എപ്പോൾ എടുക്കാനാ? ഈറ്റ, ഇല്ലി, മുള അല്ല, ആനയുടെ ഇതല്ലേ? ഈറ്റയുള്ള ഭാഗങ്ങളിൽ ആന കൂടും. കാരണം അതിന് ഭക്ഷണം വേണമല്ലോ. நீ ஏன்டா பேச மாட்ட? உன் பாட்டில் புடுறா. കൊണ്ടുവാ. ഇതാണ് ഗൈസ് ആനപ്പാറ, ആനയുടെ ഷേപ്പ്. ആളുകൾ ഇറങ്ങി പോവാണ്. അത്ര അടുത്തല്ല, അത്രേ ഉള്ളൂ. അവിടെ കാടിലൂടെ ഇനി കുറച്ച് ആശ്വാസം. ഈ പാറക്കെട്ടിൽ നിന്ന് കുറച്ചിറങ്ങി, എന്നാലും ഉണ്ട്. മാജിക് മഷ്റൂം കണ്ട, മഞ്ഞ കളറിൽ മരത്തിൻ്റെ അടിയിൽ നമുക്ക് കാണാം. മാജിക് മഷ്റൂം നല്ല അടിപൊളി കാഴ്ചയാണ്. വെള്ളത്തിലൂടെ വെള്ളം എടുക്കണോ? എവിടെ നിന്ന് എടുക്കുവാ? കിടക്കാതെ. നിങ്ങൾ നേരത്തെ പറഞ്ഞു കിട്ടൂല. ഇടുണ്ട്, വെള്ളത്തിൽ എടുക്കാം. നല്ലൊരു അരുവി നമ്മൾ വെള്ളം എടുത്ത് നല്ല കാഴ്ചയൊക്കെയാണ്. കണ്ടോ, ശുദ്ധമാണ്. നല്ല നമ്മൾ കുളിക്കാൻ പോവുകയാണ്. ഇനി കുറച്ച് നീരാട്ട് സീൻസ് ആയിരിക്കും. ഇത് ഇപ്പം മുകളിൽ നിന്ന് താഴെ ഇറക്കുന്നതിൻ്റെ സംഭവം മനസ്സിലായി. ഈ മഞ്ഞ് കയറി വരുന്നത് കണ്ടോ? എന്താ കാഴ്ച. നമ്മുടെ ആ മലേൻ്റെ മുകളിലാണ് നമ്മൾ പോയത്. നമ്മൾ ഏത് മല? പുള്ളിയുടെ ഫോട്ടോ ആണോ? ക്ലിക്ക് ആയില്ല. നമ്മൾ 5 മണിക്ക് എത്തിയേ. മനോഹര ദൃശ്യം, എത്ര വലുതാ നോക്കിയേ. രാവിലത്തെ 3ാമത്തെ ദിവസം ഫുഡ് കഴിച്ചിട്ട് ഇനി ഓക്കെ. അപ്പോൾ നമ്മൾ ബൈ ബൈ, ടേക്ക് കെയർ ആണ്. അഗസ്ത്യാർകുടം കഴിഞ്ഞു. ഇറങ്ങി ചെന്ന് കുറച്ചെത്തി. 14 കിലോമീറ്റർ ഉണ്ട്. നിങ്ങൾ തന്നെയായിരുന്നോ? ഞാൻ വേറെ ആളെന്ന് ചോദിച്ചിട്ട് വാ പോങ്ക എന്ന് പറയുന്നത്. അടിപൊളിയല്ലേ? എന്താ കാട്, ഒരു അതിർത്തി പോലെ കണ്ടോ? അതിർത്തി പോലെ. അതൊക്കെ ഇത് ശോലവനാണ്, അതിർത്തി പോലെ നിൽക്കുന്ന വനം. കണ്ട പുൽമേടുകളും. നമ്മൾ തിരിച്ചു കയറിയപ്പോൾ കാഴ്ച കണ്ടതാണ്. പക്ഷെ ഇത് അതിൻ്റെതായ ഭംഗിയുണ്ടല്ലേ. അന്നേരേ ഇതോ മരത്തിന് കണ്ട് കേട്ടോ. വന്യമരം. ഈ പഞ്ഞി കിട്ടിന് കിടക്കയാക്കായിരുന്നു. എന്നാ പഞ്ഞിയാണ്. കിടക്കുണ്ടാക്കി പോവാം. ഇതാണ് പഞ്ഞിമരം. ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് മുന്തിരി, കാട്ടിലെ മുന്തിരി ഗൈസ്. മുന്തിരിയാണോ? അല്ലേ? ഇത് കഴിക്കാറായോ? ഒന്നും ആയിട്ടില്ല അല്ലേ? എന്നാലും ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കുമായിരുന്നു. വേണ്ട, അവിടെ പോകും കഴിഞ്ഞു.